കറക്റ്റ് ടൈമിൽ ബായ് വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ പണി പാളിയെന്നല്ലേ. അല്ലെങ്കിൽ എനിക്കൊന്ന് പ്രശ്നമാണ്. ഞാൻ നന്നായിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പോലെ നമുക്കെന്നും കഷ്ടപ്പാടും ദുരിതം മാത്രം. ആ അതുപോട്ടെ, ബായുടെ പേരെന്താ? നവീൻ. സൂരജ്. അവിടുന്ന് വീണിരുന്നെങ്കിൽ പൊടി പോലും കിട്ടില്ലായിരുന്നല്ലേ, തട്ടിപ്പോയെന്നെ. എന്നാലും കറക്റ്റ് ടൈമിൽ എങ്ങനെ അവിടെ എത്തി? അതൊക്കെ എനിക്കറിയാമായിരുന്നു. എന്ത്, ഞാൻ വീഴുമെന്നോ? അതെങ്ങനെ? അതൊന്നും പറഞ്ഞാലും നീ വിശ്വസിക്കാൻ പോണില്ല. എന്നാലും പറ. എനിക്ക് തോന്നുമ്പോൾ എവിടെയും പോകാം, എന്തും കാണാം, എന്തും ചെയ്യാം. എന്ത്? ഐ ക്യാൻ ടൈം ട്രാവൽ. എന്ന് വെച്ചാൽ എനിക്കെൻ്റെ പാസ്റ്റിലെ ഏത് മൊമെൻറ്റിലേക്കും എപ്പോൾ വേണമെങ്കിലും പോകാം. ഇതൊക്കെ വല്ല കുഞ്ഞിപ്പിള്ളേരത്തും പോയി പറ. പിന്നെ ടൈം ട്രാവൽ. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ നീ ഇത് വിശ്വസിക്കില്ല എന്ന്. ഞാനിതുവരെ ആകെ 2 പേരോടെ ഇത് പറഞ്ഞിട്ടുള്ളൂ. 2 പേരും വിശ്വസിച്ചില്ല. വേറെ ആരുടെ എന്നാണ് പറഞ്ഞത്? കോളേജിൽ നിന്ന് പരിചയപ്പെട്ടതാ. പേര് ദിയ. ഫൈനൽ ഇയർ ആയപ്പോഴേക്കും ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായി. കോളേജ് കഴിഞ്ഞ് അങ്ങനെ അധികം കാണാൻ സാധിച്ചിട്ടില്ല. വല്ലപ്പോഴും ഒരു മീറ്റിംഗ്. അപ്പം ലവേഴ്സ് ആണല്ലേ? ലവ് ഒക്കെ തന്നെ. പക്ഷേ ഞാൻ അവളോട് പറഞ്ഞില്ല. അതിനു മുന്നേ ഇക്കാര്യം പറയണമെന്ന് തോന്നി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തോ നിന്നോട് പറയണമെന്ന് തോന്നി. എന്താ പറയൂ. നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ കഴിവിനെ പറ്റി അവളോടും പറഞ്ഞു. പക്ഷേ പ്രതീക്ഷിച്ച മറുപടി തന്നെയായിരുന്നു കിട്ടിയത്. ഓ, വിശ്വസിച്ചു. അല്ലെങ്കിൽ നീ ഇത് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാണ്? ഇനിയിപ്പോൾ വിശ്വസിക്കണമെന്ന് വെച്ചാൽ തെളിയിച്ചു കാണിക്കും. ഇതങ്ങനെ തെളിയിച്ച് കാണിക്കാനൊന്നും പറ്റില്ല. ഫീൽ ചെയ്യാനേ പറ്റൂ. പിന്നെ ഞാനെങ്ങനെ തെളിയിക്കുക? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ടൈമായി, ഞാൻ പോവാ. എന്നിട്ട് തെളിയിച്ച് കാണിച്ചോ? എങ്ങനെ? എന്നിട്ടെന്തായി? പിന്നെ ഞാൻ അവളെ കണ്ടില്ല. ഒരു ആക്സിഡൻറ്റിൽ അവൾ മരിച്ചു പോയെന്നാണ് പിന്നെ കേട്ടത്. എന്നിട്ട് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ അവളുടെ ഫോട്ടോസ് നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി, എനിക്കെൻ്റെ പാസ്റ്റിലേക്ക് പോകാമെങ്കിൽ അവിടെ നിന്ന് അവളെ രക്ഷിച്ചൂടെ. പിന്നെ അതിനായി എൻ്റെ ശ്രമം. To the park where it first started. Cold night, us lying in the dark. I felt my heart was trying to find a place for you to stay, a place where I'd feel safe. Anything we have known, anything we've forgotten, in the rain, in the dark. അങ്ങനെ ഞാൻ അവളെ വീണ്ടും കണ്ടു. ആ യാത്രയിൽ നിന്നും പിന്തിരിപ്പിച്ചു. എന്നിട്ട് പ്ലാൻ വർക്കൗട്ടായോ? ഇല്ല. അതെന്തേ? പലതവണ ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് തന്നെ സംഭവിച്ചു. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിനാരും നന്നായിട്ടിരിക്കുന്ന ഇഷ്ടമല്ലെന്ന്. അങ്ങനെയല്ല. കാരണം ഇതെല്ലാം ദൈവം തീരുമാനിച്ചുറപ്പിച്ചതാണ്. നമ്മുടെ ഇഷ്ടത്തിനൊത്തൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെ മാറ്റാമെങ്കിൽ എല്ലാവർക്കും ദൈവമായിക്കൂടെ? ശരിയാ.
എന്നാലും നീ ലക്കിയാ. എപ്പോൾ വേണേലും അവളെ വീണ്ടും കാണാലോ. അതെന്നെ വലിയൊരു ഭാഗ്യ. ആ അതാ വരുന്നത് ദിയ. ഇവള് മരിച്ചു പോയെന്നല്ലേ നീ പറഞ്ഞേ? നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഇതൊക്കെ അപ്പം നീ വെറുതെ പറഞ്ഞാണല്ലേ? എനിക്ക് തോന്നുമ്പോൾ എവിടെയും പോകാം, എന്തും കാണാം, എന്തും ചെയ്യാം. അതോ നീ ടൈം ട്രാവൽ അവിടുന്ന് വീണിരുന്നെങ്കിൽ തട്ടിപ്പോയോ? പലതവണ ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് തന്നെ സംഭവിച്ചു. അപ്പം ഞാൻ സത്യം പറടാ, നീ ഇതൊക്കെ വെറുതെ പറഞ്ഞല്ലേ?